നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. കളഞ്ഞുകിട്ടിയ തുക തിരികെ നൽകി ഓട്ടോ ഡ്രൈവറും യാത്രക്കാരും. പട്ടകുളം സ്വദേശിയായ അബി പുരയിടത്തിലെ മരം വിറ്റ് 42,500 രൂപയുമായി കാട്ടാക്കടയിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് പോക്കറ്റിലുണ്ടായിരുന്ന തുക നഷ്ടപ്പെട്ടത്. തുടർന്ന് കാട്ടാക്കടയിലെത്തി പോലീസിൽ പരാതി നൽകാനിരിക്കെയാണ് തന്റെ നഷ്ടപ്പെട്ട തുക കിട്ടിയവർ തുക പോലീസിൽ ഏൽപ്പിക്കാൻ സ്റ്റേഷനിൽ എത്തിയത്. കള്ളിക്കാട് സ്വദേശികളായ അമ്മയും മകളും കുഞ്ഞിനെയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ പോവുകയായിരുന്നു. ഇതിനിടെയാണ് വഴിയിൽ നോട്ട് കെട്ടി കിടന്ന പേപ്പർ പൊതി ഓട്ടോ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഓട്ടോ നിർത്തി തുകയെടുത്ത് സവാരിക്കാരായ അമ്മയും മകളെയും ഏൽപ്പിച്ചു. ഇവർ ഭർത്താവിനെ ഉടൻ വിവരമറിയിക്കുകയും നെയ്യാറ്റിൻകരയിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന രാജേഷ് ഉടൻ തന്നെ കാട്ടാക്കട ഇൻസ്പെക്ടറെ വിവരമറിയിക്കുകയുമായിരുന്നു. ഇതോടെ പണം നഷ്ടപ്പെട്ടയാൾക്ക് കാട്ടാക്കട SI മനോജിന്റെ സാന്നിധ്യത്തിൽ പണം കൈമാറുകയായിരുന്നു. സമൂഹത്തിന് മാതൃകയായ പ്രവർത്തനമാണ് രാജേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കാട്ടാക്കട SI മനോജ് പറഞ്ഞു. പൈസ എവിടെ നിന്നാണ് കിട്ടിയത്? പൈസ എനിക്കെല്ലാം ഞാൻ തുടങ്ങി പ്രാക്ടീസ് ചെയ്യാൻ കള്ളിക്കാടാണ്. പിന്നെ എനിക്ക് 20 ദിവസമായിരുന്നു. അപ്പോൾ കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരവസ്ഥ ഡെസ്റ്റിനേഷൻ പോയി കാണിക്കാൻ പറ്റും. അങ്ങനെ അവർ വരുന്ന വഴിക്കാണ് ഞാൻ ഓട്ടോ കണ്ടത് സംശയം തോന്നി. പൈസ കിടക്കുന്നതായിട്ട് സംശയം തോന്നി വണ്ടി തിരിച്ച് ഓട്ടോ ഓടിക്കുന്ന ആൾ വേല അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ഓടിച്ചു പൈസ എടുത്തിട്ട് കൊണ്ടുവന്നു എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കയ്യിൽ വെച്ചിട്ടാണ്. ഞാൻ വന്നതിന് ശേഷം എത്തിക്കാൻ തോന്നുന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുപോയി. ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആരാണ്? ഓട്ടോയുടെ വൈഫ്, അമ്മ. അപ്പോൾ വൈഫിൻ്റെ ഈ ഓട്ടോക്കാരന് ക്യാഷ് എടുത്ത് കൊടുത്തത്? എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് പേടിയാണ്, ഞാൻ വന്നതിന് ശേഷം സ്റ്റേഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. അപ്പോൾ ആദ്യം തന്നെ ഇത് കിട്ടിയ ഉടനെ അങ്ങനെ SI വിളിച്ചു സ്റ്റേഷനിൽ? ഇങ്ങനെ ആദ്യം കാണിച്ചു, ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ ഇവിടെ വന്നു. ഏൽപ്പിച്ചത്. പേരെന്താണ്? രാജേഷ്. എന്താണ് ഇതൊരു കൂടുതൽ സമയത്ത് എങ്ങനെ എന്ത് മനസ്സിൽ തോന്നിയ പൈസ ഇങ്ങനെ കിട്ടിയ സമയത്ത് തോന്നിയതാണ്? പൈസയ്ക്ക് ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമുണ്ട്. നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ആ പൈസയുടെ ആവശ്യമില്ല. അത് ആരും അധ്വാനിച്ച പൈസയാണ്. അപ്പോൾ അവർക്ക് തന്നെ സ്റ്റേഷനിലേപ്പിച്ച് അവർക്ക് തന്നെ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ കഴിയും. അബി എന്തായാലും നഷ്ടപ്പെട്ടു പോയ ഏത് സമയത്ത് നഷ്ടപ്പെട്ടു പോയത്? 5 മണിയാക്കാവും. വൈകിട്ട് 5 മണി. അപ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ലോഡ് ഇറക്കിയിട്ട് അതിൻ്റെ പൈസ മേടിച്ചിട്ടുണ്ട്. അടുത്ത് പണിക്കാർക്ക് ശമ്പളം കൊടുക്കണം. അപ്പോൾ ശമ്പളം കൊടുക്കാൻ പോയ വഴിക്കാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയത്. അങ്ങനെ. അപ്പോൾ ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആരാണ് ആദ്യം അറിയിച്ചത്? ഇന്ന് അറിയിച്ചല്ല, ഞാൻ പരാതി പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേച്ചി വിളിച്ചിട്ട് അങ്ങനെ വന്നായിരുന്നു. അങ്ങനെ സ്റ്റേഷൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാളെ കണ്ടു. അപ്പോൾ തന്നെ ചേട്ടനെ കണ്ടായിരുന്നു. എന്താണ് ചേട്ടനോട് തോന്നുന്ന കാര്യം? എന്താണ് മനസ്സിൽ തോന്നുന്നത്? എനിക്ക് സന്തോഷം. ഞാൻ എന്ത് ചെയ്യുമെന്ന് പെട്ടെന്ന് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. എന്താണ് പറയാനുള്ളത്? വളരെ നന്ദിയുണ്ട്. ഓക്കെ.